മോട്ടീവ് എന്തായിരുന്നു ഈ പ്രതിയെ ഇന്ത്യയെ കൊണ്ടുവന്നതിലെ മോട്ടീവ് എന്തായിരുന്നു? ബേസിക്കലി ഇയാൾ പോക്സോ ഹാബിച്വൽ ഒഫൻഡറാണ്. അപ്പോൾ കേസസ് നിലവിലെ ഓൾറെഡി കൊല്ലത്ത് അയിരൂരിലെ കേസ് ഉണ്ടായിരുന്നു. 2022 വർഷം മുമ്പുള്ള കേസ്. ഇപ്പോൾ സിമിലർ ഒരു കേസുണ്ട്. ഇയാൾ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് നമ്മുടെ എവിഡൻസ് എടുക്കാൻ പോവുകയാണ്. കേസ് ചില സ്ഥലത്ത് ആൾക്കാർക്ക് ഇയാൾ അടിച്ച് ഓടിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതും പോക്സോ റിലേറ്റഡ്. സംഭവം അങ്ങനത്തെ എത്ര കേസുണ്ട്? ഒരു സംഭവം നമുക്ക് ഇതുവരെ അറിഞ്ഞു. ഇനി എത്ര ഉണ്ടാവും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി. സാർ, ഇയാള് കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ കുഴിയിൽ കൊണ്ടിടുന്നത്? ആ ഒരു സംഭവം നമ്മൾ ഇയാൾ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒന്ന് ചെയ്യേണ്ടി വന്നു. വി ഹാവ് ടു ആസ്ക് ഹിം ഹൗ ഹി ഡിഡ് ഇറ്റ്. ബട്ട് ഇയാൾ പല സ്റ്റോറീസ് പറയാണ്. പക്ഷേ നമുക്ക് എക്സാക്ട്ലി എന്താണ് ചെയ്തത് എന്ന കാര്യം അവിടെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ആ രാത്രി തന്നെ ഉപേക്ഷിച്ചു. ആ രാത്രി തന്നെ അതാണ് നമ്മൾ നോക്കട്ടെ. ഇയാൾ അവിടെ നിന്ന് എത്ര മണിക്ക് എടുത്തു? കാരണം അവിടുത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കുണ്ട്. ഇയാൾ റഫ്ലി ഒരു രണ്ട് ട്രെയിൻസിന്റെ മൂവ്മെന്റിന് ഇടയിലാണ് ഇയാളുടെ മൂവ്മെന്റ് നമുക്ക് മനസ്സിലായി. അത് ഉറപ്പായി. ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലായി, ഇയാളുടെ സ്പോട്ട് മനസ്സിലായി. പക്ഷേ കുഞ്ഞിനെ എങ്ങനെയാണ്, ഏത് റൂട്ടാണ്, റെയിൽവേ ട്രാക്ക് വഴി തന്നെ. പക്ഷെ എവിടെയാണ് ഇയാൾ വെച്ചത്, എവിടെയാണ് കുത്തിപ്പിടിച്ചത്, ഇതൊക്കെ നമ്മുടെ സ്പോട്ടോട് കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം ഈ കുട്ടിയെ കണ്ട ദിവസം തന്നെ അയാൾ എടുത്തിട്ട് പോകുമായിരുന്നു. നേരത്തെ നിരീക്ഷിച്ച് ഇങ്ങനെ ഒരു കുട്ടിയും ഫാമിലി ഇവിടെ കിടക്കുകയാണെന്ന് അതുവഴി കടന്നു പോയപ്പോഴാണ് കാര്യങ്ങളിലെ ഇയാൾ ഒരു വാൻഡറാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്ന് ആ ഭാഗത്ത് ചാക്ക എയർപോർട്ട് റൂട്ടിലോട്ട് ഇയാൾ നടന്നു പോവുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് കരിക്ക് വെള്ളം കുടിച്ചു. അവിടെ കുറച്ച് നേരം നിന്നും ബസ് സ്റ്റോപ്പിൽ എന്നിട്ടാണ് ഈ കുട്ടിയെ കണ്ടതെന്നും അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് അയാൾ പറയുന്നത്. രാത്രി തന്നെ രാത്രി ആഫ്റ്റർ ഞാൻ പറയുന്നത് ആഫ്റ്റർ 10:30 ആണ്. ഇയാളുടെ CCTVs ഒക്കെ നമ്മുടെ മാപ്പ് ചെയ്തു. മൂവ്മെന്റ്സ് ആർ ഓൾ മാച്ചിങ് വിത്ത് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്പോട്ട്. അന്നേ ദിവസം രാത്രി ഈ കരിക്കുകളുണ്ട് 10:30 ഇവര് പേരൻസ് പറയുന്നത് കുട്ടികളൊക്കെ 10 മണിക്കൊക്കെ ഇറങ്ങി പോയെന്ന് പറയും. അച്ഛനമ്മ ഒക്കെ ഒരു 10:30, 11 എന്ന് ആദ്യം പറഞ്ഞു ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞു. ഒരു നോട്ടീസ് ചെയ്യുമ്പോൾ ഒരു 1 o'clock എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കാണ് ഈ സംഭവം. ഏകദേശം ബിറ്റ്വീൻ 12 to 1 ആയിരിക്കണം ഈ കൊച്ചിയെ എടുത്തത്. ഇത്രയും സമയം ഈ പ്രതി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രതി നമുക്ക് ചാക്ക തൊട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ 10:30 ആണ് ചാക്ക. ഒരു 20 മിനിറ്റ് ഏകദേശം 20 മിനിറ്റ് എടുത്ത് നടന്നു വന്ന് അവിടെ എത്താൻ കഴിഞ്ഞു. അവിടെ ഇയാൾ കുറച്ച് നേരം നിന്നു, കരിക്ക് വാങ്ങിച്ചു, നിന്നു, വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അയാൾ വെയിറ്റിംഗ് തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഒരു ഗസ്സിംഗ്. പക്ഷേ വി ഹാവ് ടു ചെക്ക് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്. യു ഹാവ് ടേക്ക് ഹിം ആൻഡ് ചെക്ക് ഇറ്റ്. ഇത് ഈ പ്രതി കുട്ടിയെ ആദ്യം കാണുന്ന കുട്ടി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ കുട്ടിയെ അവിടെ ഉണ്ട് എന്നൊക്കെ ആദ്യം മനസ്സിലാക്കിയിട്ടാണോ, നിരീക്ഷിച്ചതിന് ശേഷമാണോ? ഇയാൾ അവിടെ നല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗത്തോടെ പോയി കഴിഞ്ഞാൽ അവിടെ ഫാമിലീസ് ഉള്ളതായിട്ടും കുട്ടികളുള്ളതായിട്ടും മനസ്സിലാവുന്ന ഒരു ഏരിയ ആണ്. ശരി, അതുകൂടി നമ്മൾ റിയൽ ടൈമിലാണെങ്കിൽ 4 അയാളെ റിമാൻഡിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ട്രെയിൻ ഇറങ്ങി വന്നിട്ടാണ് ഈ പറഞ്ഞ കരിക്കുട്ടികൾ. അയാൾ പേട്ട സ്റ്റേഷനിലാണ് ഇറങ്ങി. പേട്ട സ്റ്റേഷൻ ഇറങ്ങി നടന്നു വരാണ്. അയാൾ പറയുന്ന സ്റ്റോറി പ്രകാരം all these things we have to verify on the ground. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ആ ലൊക്കേഷനൊക്കെ മാച്ച് ചെയ്യുന്നു. That we are checking because it's a very, very simple phone and all details, there are not many calls. He's ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കൂടുതൽ വായിക്കാനോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇയാൾ പറയുമ്പോൾ വായിക്കാൻ അറിയില്ലാത്തതാണ്.